നമസ്കാരം. സഹകാരി PSCയിലെ എൻ്റെ എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ കേരളത്തിലെ കാർഷിക മേഖലയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ടാം ഭാഗം നോക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. രണ്ടാം ഭാഗത്തിലും നമ്മളിതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, ഓരോ വിളകളായിട്ട് പഠിക്കാം. റബ്ബർ. ഈ റബ്ബറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, റബ്ബർ എന്ന് പറയുന്നത് ഒരു തോട്ട വിളയാണ് അല്ലേ. റബ്ബർ എന്ന് പറയുന്നത് ഒരു തോട്ട വിളയാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റബ്ബർ കൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ് നമ്മുടെ കേരളം. മാത്രമല്ല റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ്. റബ്ബറിൻ്റെ സയൻറ്റിഫിക് നെയിം, ശാസ്ത്രീയ നാമമാണ് ഹെവിയ ബ്രസീലിയൻസിസ്. റബ്ബറിനെ വിളിക്കുന്ന പേരാണ് കൗച്ചോ. കേട്ടോ, കൗച്ചോ എന്നറിയപ്പെടുന്ന തോട്ടവിള ഇത് തന്നെയാണ്, നമ്മുടെ റബ്ബർ തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ, നമുക്കറിയാം കേരളം റബ്ബർ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ റബ്ബർ കൃഷിയിൽ എന്താണ് തമിഴ്നാടും നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ അവിടെയൊക്കെ റബ്ബർ കൃഷി ചെയ്തു വരുന്നുണ്ട് കേട്ടോ. അതായത് ഇന്ത്യയിൽ റബ്ബർ കൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളം. എന്നാൽ നമ്മുടെ കേരളത്തിനെ കൂടാതെ തമിഴ്നാടും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെല്ലാം എന്ത് ചെയ്തു വരുന്നുണ്ട്? റബ്ബർ കൃഷി ചെയ്തു വരുന്നുണ്ട്. ക്ലിയറല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് എന്ന് പഠിക്കുന്നത് ഐരാപുരം എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം എറണാകുളമാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് ഏതാണ്? അത് കോട്ടയം കുമളിയാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഭൂവിഭാഗങ്ങളെല്ലാം മിഡ്ലാൻഡ്, ഇടനാടാണ്. അതായത് റബ്ബർ കൃഷി ഏറ്റവും കൂടുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് മിഡ്ലാൻഡ്, ഇടനാട്ടിലാണ്. അതായത് PSC എങ്ങനെ ചോദിച്ചു? ഇടനാട്ടിലെ പ്രധാനപ്പെട്ട വാണിജ്യ വിളയാണ് റബ്ബർ. ക്ലിയർ അല്ലേ? അപ്പോൾ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ചോദിച്ചാൽ അത് ഇടനാട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ റബ്ബറിനെ കരയുന്ന വൃക്ഷം എന്നാണ് പറയുന്നത്. കരയുന്ന മരം അല്ലേ, അതാണ് നമ്മുടെ കരയുന്ന വൃക്ഷം, വീപ്പിംഗ് ട്രീ. കരയുന്ന വൃക്ഷം അല്ലെങ്കിൽ കരയുന്ന വീപ്പിംഗ് ട്രീ എന്ന് ചോദിച്ചാൽ ഉത്തരം റബ്ബറാണ്. നമ്മുടെ തെക്കേ അമേരിക്കയിലൊക്കെ, സൗത്ത് അമേരിക്കയിലൊക്കെ റബ്ബറിനെ ഈ വീപ്പിംഗ് ട്രീ എന്ന് വിളിക്കുന്നുണ്ട്. അവിടെ പ്രത്യേകം പറയുന്ന പേരാണ് പാരാ റബ്ബർ. ഓക്കെ, അതായത് ഈ പാരാ റബ്ബർ എന്ന് വിളിക്കാൻ കാരണം നമ്മുടെ ആമസോൺ തുറമുഖത്തിലൊക്കെ ഏറ്റവും കൂടുതൽ എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ റബ്ബർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാണ് പാരാ റബ്ബർ. ഓർക്കുക, പാരാ റബ്ബറാണ് ഇവിടെ സൗത്ത് അമേരിക്കയിലൊക്കെയാണ് വിളിക്കുന്നത്. വീപ്പിംഗ് ട്രീ എന്നും വിളിക്കുന്നുണ്ട്. കരയുന്ന വൃക്ഷം എന്നൊക്കെ നമ്മുടെ റബ്ബറിനെ വിളിക്കുന്നുണ്ട്. വ്യക്തമല്ലേ? ഇനി നമ്മുടെ ഈ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥകൾ പറയാൻ പറഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് തന്നെയാണ്, ഉഷ്ണമേഖല. കാരണം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട തോട്ടവിളയാണല്ലോ റബ്ബർ അല്ലേ. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ ഉഷ്ണമേഖല ആണല്ലോ. ഉഷ്ണമേഖല മൺസൂണാണ്, ട്രോപ്പിക്കൽ മൺസൂണാണ്. അപ്പോൾ ആ ഉഷ്ണമേഖല മൺസൂൺ തന്നെയാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ചോദിച്ചാൽ ഉഷ്ണമേഖല മൺസൂണാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ താപനില എത്രയാണ്? 25 ഡിഗ്രി സെൽഷ്യസ് താപനില വേണം. റബ്ബറിന് വളരാൻ 25 ഡിഗ്രി സെൽഷ്യസ് താപനില വേണം. അതുപോലെ തന്നെ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്, നമ്മുടെ കേരളത്തിൽ കൂടുതൽ ചെയ്യുന്ന തോട്ടവിളയാണോ ലാറ്ററൈറ്റ് സോയിലാണ്. ലാറ്ററൈറ്റ് മണ്ണ് വളരെ അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് തന്നെയാണ്. വ്യക്തമല്ലേ? തീർന്നില്ല. റബ്ബർ കൃഷിയുടെ പിതാവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജോൺ ജോസഫ് മർഫി എന്ന ഐറിഷ്കാരനാണ്, അതായത് അയർലൻഡുകാരനാണ് റബ്ബർ കൃഷിയുടെ പിതാവ്. ജോൺ ജോസഫ് മർഫി എന്ന അയർലൻഡുകാരനാണ് റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് റബ്ബർ കൃഷി എവിടെ ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മുടെ പെരിയാറിൽ, ആലുവയിൽ പെരിയാറിൻ്റെ തീരത്താണ് ആദ്യമായിട്ട് റബ്ബർ കൃഷി നടത്തിയത്. അതായത് ഫസ്റ്റ് റബ്ബർ കൾട്ടിവേഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി എവിടെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആലുവ എന്ന സ്ഥലത്ത്, എറണാകുളം ആലുവയിലെ പെരിയാറിൻ്റെ തീരത്ത്. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൊമേഴ്ഷ്യൽ പർപ്പസായിട്ട് കൾട്ടിവേഷൻ ആരംഭിച്ചത്, ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ റബ്ബർ തുടങ്ങിയത് അത് നമ്മുടെ കോട്ടയത്തിനടുത്തുള്ള ഏന്തയാറിലാണ്. ഇത് ടെക്സ്റ്റിലുള്ളതാണ്. ആസ് പെർ SCRT കണ്ടന്റാണ് ഈ പറയുന്നത്. അതായത്
മനസ്സിൽ വരണം, ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് ആലുവയിലെ പെരിയാറിൻ്റെ തീരത്തും, എന്നാൽ റബ്ബർ കൃഷി കൊമേഴ്ഷ്യൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ആരംഭിച്ചത് നമ്മുടെ കോട്ടയം ഏന്തയാറിലുമാണ്. ഇനി നമ്മുടെ റബ്ബറിൻ്റെ ആസ്ഥാനം, നമ്മുടെ റബ്ബറിൻ്റെ നാട് കോട്ടയമാണല്ലോ. അപ്പോൾ റബ്ബർ ബോർഡിൻ്റെയൊക്കെ മെയിൻ ആസ്ഥാനം എവിടെ തന്നെയാണ്? നമ്മുടെ കോട്ടയം തന്നെയാണ്. റബ്ബർ ബോർഡ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതെല്ലാം കോട്ടയമാണ് മെയിനായിട്ടിരിക്കുന്നത്. കാരണം റബ്ബറിൻ്റെ നാട് കോട്ടയമാണ്. വ്യക്തമല്ലേ? ക്ലിയർ അല്ലേ? ഇനി എന്നാൽ നമ്മൾ റെപ്കോ ഉണ്ട്. റെപ്കോ കേട്ടുണ്ടോ? RUBCO റെപ്കോ റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. അതായത് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് സൊസൈറ്റിയാണ് റെപ്കോ. അത് കണ്ണൂരാണ് ആസ്ഥാനം. 1997 കണ്ണൂരിലാണ് വരുന്നത് കേട്ടോ. 1997 കണ്ണൂരിൽ ആസ്ഥാനമായിട്ടാണ് റെപ്കോ വരുന്നത്. റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് സൊസൈറ്റിയാണ് റെപ്കോ, മറക്കരുത്. അത് കണ്ണൂരാണ് ആസ്ഥാനം. ഇനി വെറൈറ്റി, അതായത് നമ്മുടെ റബ്ബറിൻ്റെ പ്രധാനപ്പെട്ട സങ്കരയിനങ്ങൾ, നമ്മൾ സങ്കരയിനങ്ങൾ സെപ്പറേറ്റ് പഠിക്കും, എന്നാലും പറഞ്ഞു പോകുവാണ്. റബ്ബറിൻ്റെ പ്രധാനപ്പെട്ട സങ്കരയിനങ്ങളാണ് PR17, PR17, PB86, PB86, GT1. ഇതിൽ GT1 LDക്കൊക്കെ ചോദിച്ചതാണ് കേട്ടോ, മറക്കരുത്. GT1 LDക്ക് ചോദിച്ചതാണ്. ക്ലിയർ അല്ലേ? ഓർത്തോണം. ഇനി അടുത്തതാണ് നമ്മുടെ കേരള റബ്ബർ ലിമിറ്റഡ്. കേരള റബ്ബർ ലിമിറ്റഡ് നമ്മുടെ കേരള ഗവൺമെൻറ് കീഴിലുള്ളതാണ്. കേരള റബ്ബർ നാച്ചുറൽ റബ്ബർ പ്രൊഡക്ഷനാണ് കേരള. അത് വേറാണ്, അതാണ് കേരള റബ്ബർ. ഒരു പ്രകൃതിദത്ത റബ്ബർ ഉണ്ടാക്കുന്നതാണ് കേരള റബ്ബർ ലിമിറ്റഡ്. ഇത് കോട്ടയത്ത് തന്നെയാണ്. കേരള റബ്ബറൊക്കെ ഇരിക്കുന്നതും എവിടെ തന്നെയാണ്? നമ്മുടെ കോട്ടയത്ത് തന്നെയാണ്. അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഷീല തോമസ് IAS ആണ്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി, ഇപ്പോഴത്തെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി ഷീല തോമസ് IAS. ഷീല തോമസ് IAS ആണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത പ്രധാനപ്പെട്ട വിളയാണ് കാഷ്യൂ നട്ട്, അല്ലേ? അതായത് നമ്മുടെ കശുവണ്ടി, കാഷ്യൂ. കശുവണ്ടി എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണം, കശുവണ്ടിക്ക് ഒരു ശാസ്ത്രീയ നാമമുണ്ട് കേട്ടോ, അനാകാർഡിയം ഓക്സിഡെന്റൽ. അനാകാർഡിയം ഓക്സിഡെന്റൽ എന്നാണ് കശുവണ്ടിയുടെ ശാസ്ത്രീയ നാമം. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കശുവണ്ടിയുടെ സയൻറ്റിഫിക് നെയിമാണ് അനാകാർഡിയം ഓക്സിഡെന്റൽ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കശുവണ്ടിയെ വിളിക്കുന്നത്, കശുവണ്ടി വൈറ്റ് കളർ അല്ലേ, ഭയങ്കര എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു കശുവണ്ടി പരിപ്പിനൊക്കെ ഭയങ്കര റേറ്റ് ആണല്ലോ, വില കൂടുതലാണല്ലോ. അപ്പം വൈറ്റ് ഗോൾഡ് കണ്ടോ, വെളുത്ത സ്വർണം, വൈറ്റ് ഗോൾഡ്, വെളുത്ത സ്വർണം, തരിശുഭൂമിയിലെ സ്വർണം, അതായത് ദ ട്രീ ഓഫ് ദ വേസ്റ്റ് ലാൻഡ് കണ്ടോ, വേസ്റ്റ് ആൻഡ് ദ ഗോൾഡ് ഓഫ് ദ ബാരൻ ലാൻഡ് എന്നൊക്കെയാണ്. തരിശുഭൂമിയിലെ സ്വർണം, തരിശുഭൂമിയിലെ സ്വർണം, പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം, പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം, തരിശുഭൂമിയിലെ സ്വർണം, വെളുത്ത സ്വർണം, വൈറ്റ് ഗോൾഡ്, ഇതെല്ലാം നമ്മുടെ കശുവണ്ടിയാണ്. ഇനി കശുവണ്ടി ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല കണ്ണൂർ തന്നെയാണ്. കശുവണ്ടി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കണ്ണൂർ തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി വ്യവസായ യൂണിറ്റ്, ഫാക്ടറി, തൊഴിലാളി, ഇതെല്ലാം കൂടുതലുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ കൊല്ലമാണ്. അതുകൊണ്ടാണ് കശുവണ്ടിയുടെ ഈ ടില്ലം എന്ന് നമ്മൾ കൊല്ലത്തിനെ വിളിക്കുന്നത്. കൊല്ലം ഈസ് ദ ഡിസ്ട്രിക്ട് കേരള നോൺ ആസ് ദ എന്താണ് കാഷ്യൂ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ്. കശുവണ്ടിയുടെ തലസ്ഥാനം, ഈ ടില്ലം, ഇതെല്ലാം നമ്മുടെ കൊല്ലമാണ്. കശുവണ്ടിയുടെ ജന്മദേശം ബ്രസീൽ തന്നെയാണ്. കശുവണ്ടി എവിടെ നിന്നാണ് വന്നത്? ബ്രസീലാണ്. പക്ഷെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്, ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ച പോർച്ചുഗീസുകാരാണ്. അതായത് കശുവണ്ടി ജന്മദേശം ബ്രസീൽ തന്നെയാണ്, എന്നാൽ കേരളത്തിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. മറക്കേ ചെയ്യരുത്. അതിൽ നമ്മുടെ കശുവണ്ടിയുടെ പ്രധാനപ്പെട്ട വികസന കോർപ്പറേഷൻ എല്ലാം ഇരിക്കുന്നത് കൊല്ലം തന്നെയാണ്. അതായത് കശുവണ്ടി ഏറ്റവും ഉൽപ്പാദനത്തിൽ മുന്നിലാണ് കണ്ണൂർ, രണ്ടാം സ്ഥാനം കാസർഗോഡാണ്. എന്നാൽ കശുവണ്ടിയുടെ ഫാക്ടറി, തൊഴിലാളി, വ്യവസായ യൂണിറ്റ്, ഇതെല്ലാം നമ്മുടെ വികസന കോർപ്പറേഷൻ, ഇതെല്ലാം ഇരിക്കുന്നത് കൊല്ലത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്, കശുവണ്ടിയുടെ ഈ ടില്ലം എന്ന് വിളിക്കുന്നത് കൊല്ലം തന്നെയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കണ്ടോ, കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലത്താണ് ഇരിക്കുന്നത്. എന്ന് നമ്മുടെ കശുവണ്ടി ബോർഡുണ്ട്, അതായത് കാഷ്യൂ ബോർഡ് ലിമിറ്റഡ്, അത് നമ്മുടെ തിരുവനന്തപുരം വഴുതക്കാടാണ്. ഓർത്തോണേ, അതായത് കാഷ്യൂ ബോർഡാണ്. ഉണ്ടോ? കാഷ്യൂ ബോർഡ് എവിടെയാണ്? തിരുവനന്തപുരം വഴുതക്കാട്. കാഷ്യൂ ബോർഡ് തിരുവനന്തപുരം വഴുതക്കാടാണ്. വ്യക്തമല്ലേ? ഇനി നമ്മുടെ ഈ പറഞ്ഞ കശുവണ്ടിയായിട്ട് ബന്ധപ്പെട്ട് കശുവണ്ടിയുടെ മറ്റേ ഏജൻസി, കൾട്ടിവേഷൻ ഏജൻസി, ഇതെല്ലാം ഇരിക്കുന്നത് കൊല്ലത്ത് തന്നെയാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കൊല്ലത്തുണ്ട്, വ്യവസായ യൂണിറ്റ് കൊല്ലത്തുണ്ട്, ഫാക്ടറികൾ കൊല്ലത്തുണ്ട്, ഫാക്ടറി യൂണിറ്റുകൾ കൊല്ലത്തുണ്ട്, തൊഴിലാളികൾ കൊല്ലത്തുണ്ട്, ഇതെല്ലാം കൂടുതലും കൊല്ലത്താണ്. എന്നാൽ കശുവണ്ടിയുടെ മെയിൻ റിസർച്ച് ശ്രദ്ധിക്കണേ, കാഷ്യൂ നട്ടിൻ്റെ റിസർച്ച്
സെൻറ്റർ ഇരിക്കുന്നത് മലപ്പുറത്ത് തൃശ്ശൂരുമാണ്. അതായത് കശുവണ്ടിയുടെ മെയിൻ കേന്ദ്രങ്ങൾ, റിസർച്ച് സ്ഥാപനങ്ങൾ ഇരിക്കുന്നത് നമ്മുടെ മലപ്പുറത്തുമുണ്ട് തൃശ്ശൂരുമുണ്ട്. കാഷ്യൂ റിസർച്ച് സെൻറ്റർ ഓഫ് കേരള ഈസ് ലൊക്കേറ്റഡ് മാടക്കത്തറ തൃശ്ശൂരുമുണ്ട്. കശുവണ്ടിയുടെ മെയിൻ കേന്ദ്രം ഓർത്തോണം, കശുവണ്ടിയുടെ മെയിൻ സെൻറ്റർ ആനക്കയം മലപ്പുറം എന്ന സ്റ്റേഷൻ മാടക്കത്തറ തൃശ്ശൂരുമുണ്ട്. കാഷ്യൂനട്ടിൻ്റെ റിസർച്ച് സ്റ്റേഷൻ മാടക്കത്തറ തൃശ്ശൂരുമുണ്ട്. മെയിൻ കേന്ദ്രം ആനക്കയം മലപ്പുറത്തുമാണ്. വ്യക്തമല്ലേ? താഴെ തന്നിരിക്കുന്നതിൽ നമുക്ക് ചോദിച്ചതാണ് PSC പ്രധാനപ്പെട്ട കശുവണ്ടിയുടെ സങ്കര ഇനങ്ങൾ. അപ്പോൾ കശുവണ്ടിയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ് ധന, ധാരാശ്രീ, ധാരാശ്രീ, വൃഥാചാലം, ദാമോദർ, കനക, അക്ഷയ, അമൃത, അനഘ, പ്രിയങ്ക, രാഘവ്, സുലഭ, മടക്കത്തറ 1, മടക്കത്തറ 2, ആനക്കയം എന്നൊക്കെ ചോദിച്ചാലും ഏതൊക്കെയാണ്? നമ്മുടെ കശുവണ്ടി തന്നെയാണ്, മറന്നേ പോകരുത്. അതായത് കശുവണ്ടിയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ അതായത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞ? ധന, ധാരാശ്രീ, വൃഥാചാലം. എന്താണ് വൃഥാചാലം? ദാമോദർ, കനക, അക്ഷയ, അമൃത, അനഘ, പ്രിയങ്ക. ഇതിൽ നമുക്ക് ഈ പറഞ്ഞ അനഘയും പ്രിയങ്കയൊക്കെ വേറെയും പറയുന്നുണ്ട്, പാവലിനും പറയുന്നുണ്ട്. അനഘയും പ്രിയങ്കയൊക്കെ പാവലിന് പറയുന്നുണ്ട്. പക്ഷേ കശുവണ്ടിക്കും അനഘയും പ്രിയങ്കയും ഉണ്ട്. ഓർക്കണേ, രാഘവുണ്ട്. ഇപ്പം ദാമോദർ പറഞ്ഞു, രാഘവ് പറഞ്ഞു, കണ്ടോ? കനക പറഞ്ഞു, അക്ഷയ, അമൃത, അനഘ, പ്രിയങ്ക പറഞ്ഞു. വ്യക്തമല്ലേ? സുലഭ, മാടക്കത്തറ പിള്ളേർക്ക് കിട്ടും. കാരണം കശുവണ്ടിയുടെ ഒരു റിസർച്ച് സ്റ്റേഷനാണ് മാടക്കത്തറ തൃശ്ശൂർ ഇരിക്കുന്നത്. വ്യക്തമല്ലേ? ഓർത്താൽ മതി. ഇനി നമ്മൾ എടുത്തു പറഞ്ഞു ഈ പറഞ്ഞ അനഘയും നമ്മുടെ പ്രിയങ്കയും എല്ലാം, അനഘയും പ്രിയങ്കയും ഏതിനും കൂടെ പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, പാവൽ. ഏതാണ്? പാവൽ. വ്യക്തമല്ലേ? അടുത്ത കുരുമുളകാണ്. കുരുമുളക് എന്ന് പറഞ്ഞാൽ കറുത്ത കളറിലെ കറുത്ത പൊന്നാണ്. യവനപ്രിയ, കറുത്ത പൊന്ന്. കണ്ടോ? യവനപ്രിയ, കറുത്ത പൊന്ന് എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ കുരുമുളകിനെ തന്നെയാണ്, മറക്കേ ചെയ്യരുത്. ഇനി ഈ കുരുമുളക് ഏറ്റവും കൂടുതൽ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം തന്നെയാണ് കുരുമുളക് എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് വൈഡ്ലി പ്രൊഡ്യൂസ്ഡ് സ്പൈസ് സുഗന്ധവ്യഞ്ജനം തന്നെ. കാരണം എന്തുകൊണ്ട്? സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവാണ് കുരുമുളക്, അല്ലേ? സുഗന്ധവ്യഞ്ജനങ്ങളെ രാജാവ്, കിങ് ഓഫ് സ്പൈസസ് എന്നാണ് വിളിക്കുന്നത് കുരുമുളകിനെ. പെപ്പറിനെ വിളിക്കുന്നത് കിങ് ഓഫ് സ്പൈസസ് എന്നാണ്. ഈ കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മനസ്സിൽ വരണം, പെപ്പർ നൈഗ്രം എന്നാണ് നമ്മുടെ കുരുമുളകിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദനത്തിൽ മുന്നിൽ വിയറ്റ്നാമാണ് രാജ്യത്ത് കുരുമുളക് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 2ാം സ്ഥാനം ഇന്തോനേഷ്യയാണ്, 3ാം സ്ഥാനം ഇന്ത്യയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കുരുമുളക് ഇനി മാറി വരും കേട്ടോ, അടുത്ത നമുക്ക് റിപ്പോർട്ട് വരുമ്പോൾ മാറും. പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ കുരുമുളക് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇപ്പോൾ നിലവിൽ കുരുമുളക് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം വിയറ്റ്നാം, 2ാം സ്ഥാനം ഇന്തോനേഷ്യ, 3ാം സ്ഥാനം ഇന്ത്യയാണ്. അതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കർണാടകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കുരുമുളകിൽ മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് കർണാടക, 2ാം സ്ഥാനം നമ്മുടെ കേരളമാണ്, 3ാം സ്ഥാനം തമിഴ്നാടാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, കുരുമുളക് ഉൽപ്പാദനത്തിൽ രാജ്യത്ത് മുന്നിൽ വിയറ്റ്നാം എന്ന് പറഞ്ഞു, 2ാം സ്ഥാനം ഇന്തോനേഷ്യ എന്ന് പറഞ്ഞു, 3ാം സ്ഥാനം ഇന്ത്യ എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് കുരുമുളകിൽ നമ്മുടെ കർണാടക എന്ന് പറഞ്ഞു, 2ാം സ്ഥാനം നമ്മുടെ കേരളം എന്ന് പറഞ്ഞു, 3ാം സ്ഥാനം തമിഴ്നാടെന്ന് പറഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ള SCRT ടെസ്റ്റ് എന്നുള്ള ചോദ്യമാണ്, മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം റെയിൻ പോളിനേറ്റഡ് പ്ലാന്റ് ആണ്. എന്താണ്? റെയിൻ പോളിനേറ്റഡ് പ്ലാന്റ് എന്നാണ് വിളിക്കുന്നത്. മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യമാണ് നമ്മുടെ കുരുമുളക് എന്ന് പറയുന്നത്. അതുമാത്രമല്ല കുരുമുളകിൻ്റെ മെയിൻ കേന്ദ്രം ഒരിടത്തേ ഉള്ളൂ, പന്നിയൂർ. PSC റിപ്പീറ്റഡ് ചോദ്യമാണ് ഇതെല്ലാം, കണ്ടോ? അതായത് മഴയിലൂടെ പരാഗണം, ഓർത്തോണേ, മഴയിലൂടെ പരാഗണം. പെപ്പറിൻ്റെ മെയിൻ റിസർച്ച് പന്നിയൂർ കണ്ണൂർ കേട്ടോ. പെപ്പറിൻ്റെ മെയിൻ റിസർച്ച് പന്നിയൂർ കണ്ണൂർ. എത്രയോ തവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഇനി പന്നിയൂർ കണ്ണൂർ മെയിൻ കേന്ദ്രമാണ് ഏത്? കുരുമുളകിൻ്റെ. അവിടെ വികസിപ്പിച്ചെടുത്തത് പന്നിയൂർ 1 മുതൽ പന്നിയൂർ 8 വരെയുള്ള ഹൈബ്രിഡുകളും അവിടെ വികസിപ്പിച്ചെടുക്കുന്നത് വെറൈറ്റി കുരുമുളകൾ. അതായത് പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 3, പന്നിയൂർ 4, പന്നിയൂർ 5, അങ്ങനെ പന്നിയൂർ 8 വരെയും നമ്മുടെ എവിടെയുണ്ട്? പന്നിയൂർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് പുറത്തിറങ്ങിയ
പുറത്തിറക്കിയ സങ്കരയിനം കുരുമുളക് പന്നിയൂർ 1 1967 പുറത്തിറക്കുന്നത്. ശ്രദ്ധിക്കണം, ലോകത്തിൽ ആദ്യമായി വികസിപ്പിച്ചെടുത്ത സങ്കരയിനം കുരുമുളക് ഏതെന്ന് ചോദിച്ചാൽ പന്നിയൂർ 1 1967 പന്നിയൂർ 1 വികസിപ്പിച്ചെടുത്തത്. ഇനി അതായത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവാണല്ലോ പന്നിയൂർ. അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവാണല്ലോ കുരുമുളക്. അപ്പോൾ കുരുമുളകിനെ നമ്മുടെ മെയിൻ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ നമ്മുടെ കോളേജ് സർവകലാശാലയുണ്ടല്ലോ വെള്ളാനിക്കര, അവരെന്തു വന്നാലും പഠിക്കാതിരിക്കത്തില്ലല്ലോ. അതായത് തൃശ്ശൂർ നമ്മുടെ കാർഷിക സർവകലാശാല, വെള്ളാനിക്കര കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത സങ്കരയിനം കുരുമുളകിൻ്റെ പേരാണ് വിജയ്. എന്താണ്? വിജയ്. വെറും വിജയാണ്. നമ്മളൊരു വെള്ളായണി വിജയ് ഇനി പഠിക്കും, അത് തക്കാളി വരുമ്പോൾ പറയും. നമ്മുടെ മനസ്സിൽ വരണം സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവായ കുരുമുളകിനെ നമ്മുടെ സ്പൈസസ് റിസർച്ച് സെൻ്റർ ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ സ്പൈസസ് രാജാവായ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവായ കുരുമുളകിനെ വെള്ളാനിക്കര കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്. അവർ പുറത്തിറക്കിയ സങ്കരയിനം കുരുമുളകിൻ്റെ പേരാണ് വിജയ്. എന്താണ്? വിജയ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ മെയിൻ കേന്ദ്രം, അതായത് നമ്മുടെ സ്പൈസസിൻ്റെ മെയിൻ കേന്ദ്രം കിടക്കുന്നത് കോഴിക്കോടാണ്. അതായത് IISR എന്ന് നമ്മൾ പറയും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, അതാണ് IISR. അപ്പോൾ മെയിൻ സ്പൈസസിൻ്റെ കേന്ദ്രം കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്, കോഴിക്കോട് മൂഴിക്കൽ. അപ്പോൾ അവർ പുറത്തിറക്കിയ പ്രധാനപ്പെട്ട സങ്കരയിനം കുരുമുളകാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കാം. ശുഭകര ശ്രീകര പഞ്ചമി പൗർണമി. എന്താണ്? ശുഭകര ശ്രീകര പഞ്ചമി പൗർണമി. കേട്ടോ, ഒന്നുകൂടെ. ശുഭകര ശ്രീകര പഞ്ചമി പൗർണമി. അടുത്തതിലെല്ലാം കണ്ടോ IISR തേവം. IISR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, അതാണ് IISR തേവം. IISR മലബാർ, IISR ശക്തി, IISR കരിമുണ്ട, IISR ഗിരിമുണ്ട. ഇതെല്ലാം ഓർത്തോണം, കരിമുണ്ടയും ഉണ്ട് കേട്ടോ. കരിമുണ്ട ഓർത്തോണേ, കറുത്ത കളറിൽ ഉണ്ട കളറിലാണല്ലോ ഇരിക്കുന്നത്. IISR കരിമുണ്ട, IISR ഗിരിമുണ്ട. ഇതെല്ലാം നമ്മുടെ വെറൈറ്റി എന്താണ് പെപ്പർ കുരുമുളകിനങ്ങളാണ്. കാരണം ഇതെല്ലാം പുറത്തിറക്കിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. എവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു? കോഴിക്കോട് മൂഴിക്കൽ. കേട്ടോ, ഓർത്തോണേ. കോഴിക്കോട് ഏത് സ്ഥലമാണ്? കണ്ടോ, കോഴിക്കോട് മൂഴിക്കലാണ്, മറന്നേ പോകരുത്. ഇനി നമ്മൾ എടുത്തു പറഞ്ഞു ഈ കരിമുണ്ടയൊക്കെ കൂടുതൽ വിളവ് തരുന്ന പ്രധാനപ്പെട്ടതാണ് ഈ കരിമുണ്ട, കുതിരവാലി, കൊറ്റനാടൻ, വിജയൊക്കെ കൂടുതൽ വിളവും, അതായത് കൂടുതൽ എന്താണ് പൊട്ടൻഷ്യൽ ഒക്കെ ഉള്ള ഒരു പ്രോട്ടീനൊക്കെ ഉള്ള കൂടുതൽ വിളവും അത്യുൽപാദന ശേഷിയുള്ള പ്രോട്ടീനൊക്കെ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനൊക്കെ ഉള്ള കുരുമുളകിനമാണ് നമ്മുടെ ഏതൊക്കെ കരിമുണ്ട എന്ന് ഞാൻ പറഞ്ഞ കരിമുണ്ട മേളിൽ എഴുതിയിരിക്കുന്നില്ലേ, ആ കരിമുണ്ട. അതുപോലെ തന്നെ കുതിരവാലി, കൊറ്റനാടൻ. കണ്ടോ, കരിമുണ്ട, കുതിരവാലി, കൊറ്റനാടൻ. ഇതെല്ലാം സങ്കരയിനം കുരുമുളകാണ്. വ്യക്തമല്ലേ? ക്ലിയർ അല്ലേ? അടുത്തുള്ളതോട്ട് പോവാം. ഇനി നമുക്ക് ഈ കുരുമുളകിനെ പ്രധാനമായിട്ടും ബാധിക്കുന്ന രോഗം. കാരണം കുരുമുളക് മഴയിലൂടെ പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ്. കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ദ്രുതവാട്ടം എന്ന രോഗം കുരുമുളകിനെ ബാധിക്കുന്നു. ദ്രുതവാട്ടം. അതുപോലെ തന്നെ നമ്മുടെ ദ്രുതവാട്ടവും നമ്മുടെ പൊള്ളുരോഗമുണ്ട്. പൊള്ളുരോഗം, തിരികൊഴിച്ചിൽ രോഗം എന്ന് പറയും കേട്ടോ. പൊള്ളുരോഗം അല്ലെങ്കിൽ തിരികൊഴിച്ചിൽ രോഗം. മൊസേക്ക് എന്ന വൈറസ് നമ്മുടെ കുരുമുളകിന് മാത്രമല്ല, പയറ്, വെണ്ട, തക്കാളി, നമ്മുടെ മരിച്ചീനി, ഇതിനെല്ലാം ബാധിക്കും. അതായത് നമ്മുടെ മൊസേക്ക് എന്ന വൈറസ് വെണ്ട, തക്കാളി, പയറ്, മരിച്ചീനി ഇതിനെല്ലാം ബാധിക്കും. അതിൻ്റെ കൂടെ നമ്മുടെ കുരുമുളകിനെ ബാധിക്കുന്ന രോഗം തന്നെയാണ് മൊസേക്ക് എന്ന വൈറസ്. അപ്പം മൊസേക്ക് ഓർക്കുക. മൊസേക്ക്. പിന്നെ ഇലപ്പുള്ളി മിക്ക സസ്യങ്ങൾക്കും ഇലപ്പുള്ളി രോഗം വരും. ഇലയുള്ള സസ്യങ്ങൾക്കെല്ലാം ഇലപ്പുള്ളി രോഗം വരും. അപ്പം നമ്മുടെ മനസ്സിൽ വരണം, മെയിനായിട്ട് കുരുമുളക് രാജാവിനെ, സുഗന്ധവ്യഞ്ജനത്തിൻ്റെ രാജാവിനെ ബാധിക്കുന്ന മെയിൻ രോഗം എന്ന് പറയുന്നത് ദ്രുതവാട്ടം. ഓർക്കുക, ദ്രുതവാട്ടം PSC ചോദിച്ചിട്ടുണ്ട്. പൊള്ളു രോഗം അല്ലെങ്കിൽ തിരികൊഴിച്ചിൽ കേട്ടോ. പൊള്ളു രോഗം അല്ലെങ്കിൽ തിരികൊഴിച്ചിൽ ഓർത്തോണേ, മലയാളം കൂടെ ഓർത്തോണേ. പൊള്ളു രോഗം അല്ലെങ്കിൽ തിരികൊഴിച്ചിൽ. അതുപോലെ തന്നെ നമ്മുടെ മൊസേക്ക് രോഗം. ക്ലിയർ അല്ലേ? മൊസേക്ക് പയറ്, വെണ്ട, തക്കാളി, മരിച്ചീനി ഇതിനെല്ലാം
ബാധിക്കും. വ്യക്തമല്ലേ? അടുത്ത നോക്കാം നമുക്ക് മരിച്ചീനി. മരിച്ചീനി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണം തപ്പിയൊക്കെ മരിച്ചീനി അല്ലേ. മരിച്ചീനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു കിഴങ്ങ് വിളയാണ്. ട്യൂബർ ക്രോപ്സ് ആണല്ലോ, ട്യൂബർ ക്രോപ്പാണ് മരിച്ചീനി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു കിഴങ്ങ് വിളയാണ് മരിച്ചീനി. മരിച്ചീനി നോക്കാം. നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്ന ഒരു കിഴങ്ങ് വിളയാണ് മരിച്ചീനി എന്ന് പറയുന്നത്. ടപ്പിയോക്കയുടെ സയന്റിഫിക് നെയിം, ശാസ്ത്രീയ നാമം മാനിഹോട്ട് എസ്കുലാൻഡ എന്ന് മാത്രമല്ല മാനിഹോട്ട് യൂട്ടിലിസിമ എസ്കുലാൻഡ, അതും പഠിച്ചു വെക്കണം. മാനിഹോട്ട് എസ്കുലാൻഡ എന്നുകൊണ്ട് ഓർത്തോണം, മാനിഹോട്ട് യൂട്ടിലിസിമ കേട്ടോ, യൂട്ടിലിസിമ എസ്കുലാൻഡ രണ്ടും ഓർത്തോണേ. മാനിഹോട്ട് യൂട്ടിലിസിമ എസ്കുലാൻഡ, മാനിഹോട്ട് യൂട്ടിലിസിമ എസ്കുലാൻഡ എന്തിൻ്റെ ശാസ്ത്രീയ നാമം? മരിച്ചീനിയുടെ. ഇനി മരിച്ചീനി ദിനം എന്ന് പറയുന്നത് ജൂലൈ 15 കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തെടുക്കുന്ന ഒരു കിഴങ്ങ് വിള തന്നെയാണ് മരിച്ചീനി എന്ന് പറയുന്നത്. മരിച്ചീനി ദിനം ജൂലൈ 15 ഈ മരിച്ചീനി കൃഷി ഇവിടെ വരാൻ കാരണം മുമ്പ് അത് നമുക്കറിയാം, മരിച്ചീനിയുടെ ജന്മദേശം ബ്രസീലാണ്. ജന്മദേശം ബ്രസീലാണെങ്കിലും ഇവിടെ എത്തിച്ചവർ പോർച്ചുഗീസുകാരാണ്. പറയാൻ കാരണം നമ്മുടെ തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബെസന്റിന്റെ തിയോസഫിക്കൽ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേണൽ ഓൾക്കോട്ട് നമ്മുടെ കേരളത്തിൽ വരികയും ഈ തിയോസഫിക്കൽ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് കേണൽ ഓൾക്കോട്ട് നമ്മുടെ കേരളത്തിൽ എത്തുകയും അപ്പം നമ്മുടെ ശ്രീ വിശാഖം തിരുനാളുമായിട്ട് ഈ ഒരു ആശയം കോൺവെർസേഷൻ്റെ ഇടയിൽ അന്ന് നമുക്കിവിടെ ഭക്ഷ്യക്ഷാമമൊക്കെ നേരിടുന്ന സമയമാണ്. അപ്പോൾ ഈ മരിച്ചീനിയെക്കുറിച്ച് പറയുകയും അങ്ങനെയാണ് ശ്രീ വിശാഖം തിരുനാൾ ഇവിടെ നമ്മുടെ തിരുവിതാംകൂറിൽ മരിച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നത്. അതായത് നമ്മുടെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് കേണൽ ഓൾക്കോട്ട് ഇവിടെ ഉദ്ഘാടനത്തിന് വരികയും ആരുമായിട്ട് നമ്മുടെ അന്ന് ഭരിച്ചിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ വിശാഖം തിരുനാളുമായിട്ട് ഒരു കോൺവെർസേഷനിൽ ഏർപ്പെട്ടു. അപ്പോഴാണ് ഈ മരിച്ചീനിയെക്കുറിച്ച് പറയുന്നതും. അന്ന് നമുക്കിവിടെ ഭക്ഷ്യക്ഷാമം നേരിട്ട സമയമാണ്. അപ്പോൾ അദ്ദേഹമാണ് ശ്രീ വിശാഖം തിരുനാളാണ് ഇവിടെ ടപ്പിയൊക്കെ എൻകറേജ് ചെയ്തത്, കൾട്ടിവേഷൻ, അതായത് ഇവിടെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ വിശാഖം തിരുനാൾ. അതുകൊണ്ട് മിക്ക സങ്കരയിനം മരിച്ചീനിയിലും ശ്രീ ചേർന്ന് വരും. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് പഠിക്കാൻ. ഇനി സാധാരണ വെള്ളം തങ്ങി നിൽക്കാത്ത മണ്ണൊക്കെ തന്നെയാണ് നമുക്ക് എന്താണ്, അധികം വെള്ളമൊന്നും തങ്ങി നിൽക്കാത്ത മണ്ണ് തന്നെയാണ് മരിച്ചീനി കൃഷിക്കൊക്കെ അനുയോജ്യം എന്ന് പറയുന്നത്. നമ്മൾ മരിച്ചീനി കൃഷിക്ക് ഏതാണ് ലാറ്ററേറ്റ് സോയിൽ, നമ്മുടെ ചെങ്കൽ മണ്ണും റെഡ് ലോം ചെമ്മണ്ണും അലുവിയൽ സോയിൽ എലക്കൽ മണ്ണും ഇതെല്ലാം നമ്മുടെ മരിച്ചീനി കൃഷിക്ക് സ്യൂട്ടബിൾ ആണ്. മരിച്ചീനിയെ വിളിക്കുന്നതിന് കസാവ എന്നാണ്. കസാവ നമ്മളൊരു കൗച്ചോ പറഞ്ഞ ഓർമ്മയുണ്ടോ? റബ്ബറിന് കൗച്ചോ റബ്ബർ ആണെങ്കിൽ കസാവ മരിച്ചീനിയാണ്. കസാവ മരിച്ചീനി. മരിച്ചീനി കൃഷിക്ക് ഈ ടൈപ്പ് മണ്ണെല്ലാം പറ്റും. ലാറ്ററേറ്റ് പറ്റും, ചെങ്കൽ പറ്റും, എക്കൽ പറ്റും. വ്യക്തമല്ലേ? പ്രധാനപ്പെട്ട സങ്കരയിനം മരിച്ചീനികൾ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു മരിച്ചീനിയിലെല്ലാം ശ്രീ വരും. കാരണം ശ്രീ വിശാഖം തിരുനാളിൻ്റെ ഓർമ്മയ്ക്കായിട്ടെന്ന് ഓർത്താൽ മതി. ശ്രീ ജയ, ശ്രീ വിജയ, ശ്രീ പ്രകാശ്, ശ്രീ ഹർഷ, ശ്രീ വിശാഖം, ശ്രീ രേഖ, ശ്രീ പ്രഭ, ശ്രീ പത്മനാഭ, കണ്ട ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓർത്തോണം ഇതെന്ത് വരും, നമ്മുടെ ശ്രീ വരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ കൽപ്പക നമ്മുടെ മരിച്ചീനിയാണ്. മലയൻ 4 ഓർത്തോണേ, മലയൻ 4 ആണ്. മലയൻ 4 മരിച്ചീനിയാണ്. കണ്ടോ, കോഴിപ്പൂവൻ, നഞ്ചുവെള്ള, നെടുമങ്ങാടൻ വെള്ള, ഇതെല്ലാം നമ്മുടെ മരിച്ചീനിയുടെ സങ്കരയിനം വരും. പിന്നെ എച്ച് വരുന്നതെല്ലാം എച്ച്, ഇപ്പം മാനി ഹോട്ടിൻ്റെ ഹോട്ട് എച്ച് എന്ന് ഓർത്താൽ മതി. ഹോട്ട് ഓർക്കുക, H165, H97, H226, ഇതെല്ലാം എന്തിൻ്റെ ഹൈബ്രിഡ് എന്ന് ചോദിച്ചാൽ എന്തിൻ്റെ വെറൈറ്റികളാണ്? മരിച്ചീനിയുടെ പ്രധാനപ്പെട്ട വെറൈറ്റികളാണ്. അടുത്തതാണ് പ്ലാന്റെയിൻ, അതായത് വാഴ, നമ്മുടെ വാഴ. ഈ വാഴ എന്ന് പറയുന്നത് ഏത് കുടുംബത്തിൽപ്പെട്ടെന്ന് ചോദിച്ചാൽ മ്യൂസാസി എന്ന സസ്യകുടുംബത്തിൽ നിന്നാണ് നമ്മുടെ പ്ലാന്റെയിൻ വാഴ വരുന്നത്. മ്യൂസാസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട സസ്യമാണ് നമ്മുടെ വാഴ. കാരണം വാഴയുടെ ശാസ്ത്രീയ നാമമേ മ്യൂസ പാരഡൈസിയാക്ക. PSC ചോദിച്ചതാണ്. വാഴയുടെ സയന്റിഫിക് നെയിം മ്യൂസ പാരഡൈസിയാക്ക തന്നെയാണ് വാഴയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഔഷധി എന്നറിയപ്പെടുന്ന ഒരു സസ്യം തന്നെയാണ് വാഴ എന്ന് പറയുന്നത്. കാരണം ഈ ഔഷധി എന്ന് പറഞ്ഞാൽ കാണ്ഡഭാഗം ബലമില്ല, നമ്മുടെ സ്റ്റെമ്പില്ലേ അത് ബലമില്ലാത്തതായിരിക്കും, പിന്നെ ഒറ്റ വിളവായിരിക്കും. കാരണം നമുക്കറിയാം വാഴ ഒറ്റ വിളവിൽ തീരുന്നതാണ് അല്ലേ. അപ്പോൾ കാണ്ഡഭാഗം ബലമില്ലാത്തതും ഒറ്റ വിളവുമായിട്ടുള്ള സസ്യങ്ങളാണ് ഔഷധി സസ്യങ്ങൾ. അതിൽ ഏറ്റവും വലിയ ഔഷധി എന്നറിയപ്പെടുന്നത് നമ്മുടെ വാഴയാണ്. വ്യക്തമല്ലേ? ഇനി ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ കേരളത്തിൽ
ഏറ്റവും, അതായത് കേരളത്തിൽ തൃശ്ശൂർ പുറത്തിറക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തെടുക്കുന്ന വാഴയിനം നേന്ത്രവാഴ. നമ്മുടെ ഏത്തവാഴയില്ലേ, നേന്ത്രവാഴ തന്നെയാണ്, മറക്കരുത്. ഇവർ പുറത്തിറക്കി നമ്മുടെ ജിയോഗ്രഫിക്കൽ പദവി കിട്ടിയ തൃശ്ശൂരുകാർ പുറത്തിറക്കിയ നമ്മുടെ ജിയോഗ്രഫിക്കൽ പദവി കിട്ടിയ നേന്ത്രവാഴ ഇനമാണ് ചെങ്ങോലിക്കോടൻ. ചെങ്ങോലിക്കോടൻ അല്ലെങ്കിൽ ചെങ്ങടിക്കോടൻ എല്ലാം ഒന്നാണ്. ചെങ്ങോലിക്കോടൻ തന്നെയാണ് ചെങ്ങടിക്കോടൻ, ഓർത്തോണം. ഇനി നമ്മുടെ കദളി വാഴയെ പറ്റി പറയുമ്പോൾ വാഴപ്പഴങ്ങളുടെ രാജാവാണ് കദളി വാഴ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പം ഞാലിപ്പൂവൻ, വാഴയുടെ സങ്കര ഇനങ്ങൾ പേര് വരുന്നതാണ്. ഞാലിപ്പൂവൻ, നെയ്പ്പൂവൻ, മധുരയെണ്ണാൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ കദളി ഇനത്തിൽപ്പെട്ടതായ വാഴയാണ് രസകദളി. രസകദളി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ വാഴ ഇനത്തിൽ തന്നെ കറിക്കായ ഇനങ്ങളുണ്ട്. നമ്മൾ കറി വയ്ക്കാൻ മാത്രം ഉപയോഗിക്കുന്ന കറിക്കായ ഇനങ്ങൾ, പഴുപ്പിച്ച് കഴിക്കാതെ കറി വയ്ക്കുന്നത്, അതാണ് പേയൻ, മൊന്തൻ. നമ്മൾ ഈ നമ്മുടെ ഈ മലക്കറി കിറ്റൊക്കെ വാങ്ങുമ്പോൾ അതിൽ പേയൻ കാ, മൊന്തൻ കാ നമ്മൾ അവിയലിനൊക്കെ അരിഞ്ഞിടത്തില്ലേ, അത് തന്നെയാണ്. അത് കറിക്കായ ഇനത്തിൽപ്പെട്ട വാഴ ഇനങ്ങളാണ് പേയനും മൊന്തനും. ഇനി നിങ്ങൾക്കറിയാം റോബസ്റ്റ വിളിക്കുന്നത് പച്ചച്ചിങ്ങൻ എന്നാണ്. നാട്ടിൻപുറങ്ങളിൽ പച്ചച്ചിങ്ങൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റോബസ്റ്റ ഇടത്തരം കൂറിയ ഇനത്തിൽപ്പെട്ട ഒരു വാഴ ഇനമാണ്. എന്ന് പറഞ്ഞാൽ മീഡിയം ഷോർട്ടാണെന്ന് പറഞ്ഞാൽ സൈസ് കുറഞ്ഞ ഒരു ബനാനയാണ്. അതായത് റോബസ്റ്റ എന്ന് പറയുന്നതിൻ്റെ പേര് പച്ചച്ചിങ്ങൻ, ഗ്രീൻ പ്ലാന്റെയിൻ, പച്ചച്ചിങ്ങൻ എന്നാണ് വിളിക്കുന്നത്. പച്ചച്ചിങ്ങൻ എന്നറിയപ്പെടുന്ന റോബസ്റ്റയാണ്. ഇടത്തരം കൂറിയ ഇനത്തിൽപ്പെട്ട സൈസ് കുറഞ്ഞ വാഴ ഇനമാണ് പച്ചച്ചിങ്ങൻ എന്ന് വിളിക്കുന്ന റോബസ്റ്റ. വ്യക്തമല്ലേ? ഇനി ഈ പറഞ്ഞ വാഴയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ ഏതൊക്കെ നോക്കാം. BRS 1 BRS 2. BRS 1 ഇങ്ങനെ ഓർക്കുക എളുപ്പമാണ്. ബി ബനാന, ആ റോബസ്റ്റ എന്ന് ഓർത്താൽ മതി. BRS 1 BRS 2. ഇനി ഇവരെല്ലാം പുറത്തിറക്കിയത് ആര് തന്നെയാണ്? നമ്മുടെ വാഴയുടെ മെയിൻ കേന്ദ്രം എവിടെയാണ്? ഏത്തവാഴ, നമ്മുടെ കണ്ണാറ, തൃശ്ശൂർ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം അവർ തന്നെയാണ്. കണ്ണാറ അവരും പിന്നെ നമ്മുടെ സർവകലാശാല വെള്ളാനിക്കരക്കാരും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കിടക്കുമല്ലേ സർവകലാശാല, അപ്പം വെള്ളാനിക്കരയും സംയുക്തമായി വികസിപ്പിച്ച് പുറത്തിറക്കിയത് തന്നെയാണ് BRS 1 BRS 2. ഇനി BRS 1 എന്ന വാഴ ഇനത്തിന് വേണ്ടി ഉപയോഗിച്ച സങ്കര ഇനം വാഴകളാണ് അഗ്നീശ്വറും പിസാങ്കലിനും. കണ്ടോ, അഗ്നീശ്വർ എന്ന വാഴയും പിസാങ്കലിൻ. കാരണം അതിൻ്റെ അർത്ഥം അഗ്നീശ്വർ എന്ന് പറയുന്നത് സങ്കര ഇനം വാഴയാണ്, പിസാങ്കലിൻ എന്ന് പറയുന്നതും സങ്കര ഇനം വാഴയാണ്. ഇത് രണ്ടും കൂടെ ചേർത്താണ് BRS 1 ഇറക്കിയത്. അപ്പോൾ ആ BRS 1 ഇറക്കിയത് ആരാണ്? അത് നമ്മുടെ കണ്ണാറ, ഏത്തവാഴ ഗവേഷണ കേന്ദ്രമായ കണ്ണാറയും കാർഷിക സർവകലാശാലയായ വെള്ളാനിക്കരയും കൂടെ ചേർത്തിറക്കിയതാണ്. അവർ തന്നെയാണ് BRS 2 ഇറക്കിയത്. BRS 2 വേണ്ടി ഉപയോഗിച്ചത് വണ്ണാൻ എന്ന വാഴയും പിസാങ്കലിനും. കണ്ടോ, വണ്ണാൻ എന്ന വാഴയും പിസാങ്കലിനും കൂടെ ചേർന്നാണ് എന്ത് വരുന്നത്? BRS 2 വരുന്നത്. അപ്പോൾ ഇതെല്ലാം പുറത്തിറക്കിയത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രമായ കണ്ണാറയും വെള്ളാനിക്കര കാർഷിക സർവകലാശാലയും. വ്യക്തമല്ലേ? ഇനി വാഴയെ പ്രധാനമായും ബാധിക്കുന്ന രോഗങ്ങളാണ് കുറുനാമ്പ് രോഗം, നമ്മുടെ കൂമ്പടപ്പ്, കുറുനാമ്പ്, കൂമ്പടപ്പ്, ഇതെല്ലാം നമ്മുടെ വാഴയെ ബാധിക്കുന്ന പ്രധാന മണ്ടയടപ്പ്, മണ്ടരി തെങ്ങിന് നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ടോ? മണ്ടരി തെങ്ങ്. ഇത് കൂമ്പടപ്പ്, മണ്ടയടപ്പ്, കുറുനാമ്പ്, പനാമ വാട്ടം എന്നുള്ളൊരു രോഗം നമ്മുടെ വാഴയെ ബാധിക്കുന്നതാണ്. കൊക്കോൺ ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. കൊക്കോൺ ഡിസീസ് ഇലപ്പുള്ളി രോഗം, പനാമ വാട്ടമാണ്. ഇതെല്ലാം വാഴയെ ബാധിക്കും. അപ്പം ദ്രുതവാട്ടം കുരുമുളക് നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടല്ലോ? ദ്രുതവാട്ടം കുരുമുളക്, ഇത് പനാമ വാട്ടമാണ്. വ്യക്തമായിട്ട് ഓർത്തോണം. ക്ലിയർ അല്ലേ? ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഏത്തവാഴ കൃഷിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേന്ത്രവാഴയാണെന്ന് പറഞ്ഞല്ലോ, നേന്ത്രക്കായാണെന്ന് പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ വാഴ കൃഷിയിൽ നമ്മൾ ഇടവിളയായിട്ട് വയ്ക്കുന്നത് മഞ്ഞളാണ്. നേന്ത്രവാഴ കൃഷിയിലെ ഏറ്റവും ലാഭകരമായ ഇടവിള എന്ന് പറയുന്നത് ടെർമറിക്കാണ്, മഞ്ഞളാണ്. മറന്നേ പോകരുത്. വ്യക്തമല്ലേ? ഇനി നമുക്ക് മഞ്ഞൾ നോക്കാം. മഞ്ഞൾ എന്ന് പറയുമ്പോഴേ സയന്റിഫിക് നെയിം കുർക്കുമ ലോങ്ക എന്നാണ്. കണ്ടോ, കുർക്കുമ ലോങ്ക. അതിന് ആ മഞ്ഞ നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് കുർക്കുമിൻ. ഓർത്തോണം, ഇത് വർണ്ണകമാണ്, കളർ കൊടുക്കുന്നതാണ് കുർക്കുമിൻ. ഇതാണ് സയന്റിഫിക് നെയിം കുർക്കുമ ലോങ്ക. മഞ്ഞളിൻ്റെ ശാസ്ത്രീയ നാമമാണ്.
മഞ്ഞളിൻ്റെ ശാസ്ത്രീയ നാമമാണ് കുർക്കുമ ലോങ്ക എന്ന് പറയുന്നത്. വർണ്ണനിറം നൽകുന്നത് കുർക്കുമിനാണ്. ഇനി ഇത് ഈ മഞ്ഞളിൽ ഇരുമ്പ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. PSC ചോദിച്ചാൽ അയൺ കണ്ടന്റ്, അതായത് ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏതെന്ന് ചോദിച്ചാൽ അത് മഞ്ഞൾ തന്നെയാണ്. മഞ്ഞൾ ഉൽപ്പാദനത്തിൽ നിലവിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല പാലക്കാടാണ്. മഞ്ഞളിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല പാലക്കാട് തന്നെയാണ്. മറന്നേ പോകരുത്, പാലക്കാട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കരയിനം മഞ്ഞൾ തേച്ച് നമുക്കറിയാം നല്ല കാന്തി, ഭംഗി, ശോഭയുണ്ടാകും, വർണ്ണം, നിറം ഉണ്ടാകും. അതൊക്കെ തന്നെയാണ് മഞ്ഞളിൻ്റെ സങ്കരയിനം. സോന എന്ന പെണ്ണ് തേച്ച് നോർത്താൽ മതി. സോന, അതുപോലെ തന്നെ കാന്തി, ശോഭ, വർണ്ണ, പ്രതിഭ. മഞ്ഞളിൻ്റെ സങ്കരയിനങ്ങളാണ് സോന, കാന്തി, ശോഭ, വർണ്ണ, പ്രതിഭ. വ്യക്തമല്ലേ? മറന്നേ പോവരുത്. ക്ലിയറല്ലേ? അടുത്ത കാർഡമം, അതായത് ഏലമാണ് കാർഡമം ഏലമാണ്. അതായത് നമ്മുടെ മനസ്സിൽ വരണം ഏലം, കാർഡമം. ഏലത്തിന് വിളിക്കുന്നതേ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് ചോദിച്ചാൽ ഏലമാണ്. മറന്നേ പോലെ രാജാവ് കുരുമുളകും, റാണി ഏലമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയായ ഏലമാണ് പർദീസയിലെ വിത്ത് എന്ന് വിളിക്കുന്നത്. പർദീസയിലെ വിത്ത്. കറക്റ്റ്. ഏലത്തിൻ്റെ ശാസ്ത്രീയ നാമം ഏലം കാർഡമമാണല്ലോ. എലിറ്റാരിയ കാർഡമം മറക്കി ചെയ്തത്. എലിറ്റാരിയ കാർഡമമാണ് ഏലത്തിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ പറയുന്ന, അതായത് ഏലം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഇടുക്കി തന്നെയാണ്. ഏലം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏത് തന്നെയാണ്? ഇടുക്കി തന്നെയാണ്. ഏലത്തിൻ്റെ വെറൈറ്റി സങ്കരയിനങ്ങളാണ്. ഏലത്തിൻ്റെ വെറൈറ്റി സങ്കരയിനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഏലം പഠിക്കും. ഏലത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഇടുക്കി തന്നെയാണ്. ഏലവുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ കേന്ദ്രം കിടക്കുന്നതും മയിലാടുംപാറ ഇടുക്കിയിലാണ്. സംസ്ഥാന ഏലം കേന്ദ്രം കിടക്കുന്നതും പാമ്പാടുംപാറ ഇടുക്കിയിലാണ്. ഏലത്തിൻ്റെ ലേല കേന്ദ്രമുണ്ട് വിളിക്കുന്നത്. ഏലത്തിൻ്റെ മെയിൻ ലേലം വിളിക്കുന്ന ആസ്ഥാനം കിടക്കുന്നത് വണ്ടൻമേട് ഇടുക്കിയാണ്. അപ്പോൾ മെയിനായിട്ട് പാമ്പാടുംപാറ, അതായത് നമ്മുടെ സംസ്ഥാന ഏലം കേന്ദ്രമാണ് പാമ്പാടുംപാറ. അവർ പുറത്തിറക്കിയ ഏല ഇനങ്ങളാണ് PV1, PV2. പാമ്പാടുംപാറ എന്ന് ഓർത്താൽ മതി. പാമ്പാടുംപാറ വി വിജേത എന്ന് ഓർത്തോണം കേട്ടോ. പാമ്പാടുംപാറ വിജേത 1, പാമ്പാടുംപാറ വിജേത 2. ആരിറക്കിയത്? സംസ്ഥാന ഏലം കേന്ദ്രമായ പാമ്പാടുംപാറ പുറത്തിറക്കിയ ഏലമിനങ്ങളാണ് PV1, PV2. ഇനി അതുപോലെ തന്നെ നമ്മുടെ മെയിൻ കേന്ദ്രം മയിലാടുംപാറ പുറത്തിറക്കിയ ഏലമിനങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ്. മെയിൻ കേന്ദ്രമാണല്ലോ. അപ്പോൾ ഇന്ത്യൻ മെയിൻ കേന്ദ്രമാണ്, മെയിൻ സെൻട്രലാണ് ഏത്? ഈ മയിലാടുംപാറ എന്ന് പറയുന്നത്. അപ്പോൾ ICRI ഒന്ന് കണ്ടോ. ICRI എന്ന് ഓർക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇന്ത്യൻ ഓർക്കുക, CR കാർഡമം ഓർക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അത് മയിലാടുംപാറയാണെന്ന് അറിയാലോ. ICRI 1, ICRI 2, MCCR. M നിങ്ങൾ മയിലാടുംപാറ കാർഡമം സെൻറ്റർ എന്ന് ഓർത്താൽ മതി. MCC മയിലാടുംപാറ കാർഡമം സെൻറ്റർ. MCC 6, MCC 12, MCC 14. സുവാസിനി, അവിനാശ്, വിജേത, ഞള്ളാനി. ഇതെല്ലാം പ്രധാനപ്പെട്ട സങ്കരയിനം ഏലമിനങ്ങളാണ്. PSC ചോദിച്ചതാണ് ഞള്ളാനി കേട്ടോ. ഈ ഞള്ളാനി PSC LDക്ക് ചോദിച്ചതാണ്. ഞള്ളാനി LD കിഴക്കിന് വന്നതാണ്. സങ്കരയിനം ഏലമാണ് ഞള്ളാനി. ഇനി ഈ ഏലത്തിൽ ജിയോഗ്രഫിക്കൽ പദവി ലഭിച്ചിട്ടുണ്ട്. അതായത് ശ്രദ്ധിക്കണേ, കുരുമുളകിൽ ജിയോഗ്രഫിക്കൽ കിട്ടിയ കുരുമുളക് ഏതെന്ന് ചോദിച്ചാൽ മലബാർ കുരുമുളകാണ് കേട്ടോ. കുരുമുളകിൽ ജിയോഗ്രഫിക്കൽ ഓർത്തോണം. അതായത് GIT കിട്ടിയ കുരുമുളക് ഏതെന്ന് ചോദിച്ചാൽ അത് മലബാർ കുരുമുളകിനാണ്. GIT കിട്ടിയ എന്താണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയ കുരുമുളകാണ് മലബാർ കുരുമുളക്. അതുപോലെ GIT കിട്ടിയ റാണി പറയണമല്ലോ. രാജാവിനെ പറഞ്ഞാൽ റാണിയെ പറയണമല്ലോ. കുരുമുളക് രാജാവാണല്ലോ. അപ്പം റാണി ആ ഏലത്തിൻ്റെ ഏത് ഏലത്തിനാണ് ഭൗമസൂചിക പദവി ലഭിച്ചതെന്ന് ചോദിച്ചാൽ അത് ആലപ്പി ഗ്രീൻ ഏലമാണ്. ഏതാണ്? ആലപ്പി പച്ചേലം. ആലപ്പി ഗ്രീൻ ഏലത്തിനാണ് എന്ത് കിട്ടിയത്? നമ്മുടെ ഭൗമസൂചിക എന്നിൽ ഏലമിനത്തിൽ കിട്ടിയത്. വ്യക്തമല്ലേ? ഇനി നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് കൃഷി ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട ഏലമിനങ്ങളാണ് മലബാർ മൈസൂർ വഴുക്ക. നമ്മുടെ കേരളത്തിൽ പ്രധാനമായും ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട ഏലമിനങ്ങളാണ് മലബാർ മൈസൂർ വഴുക്ക. വ്യക്തമല്ലേ? അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട സങ്കരയിനം വിളകൾ. അപ്പോൾ നമ്മൾ ഇന്ന് റബ്ബർ പറഞ്ഞു, കശുവണ്ടി പറഞ്ഞു, കുരുമുളക് പറഞ്ഞു, വാഴ പറഞ്ഞു, മഞ്ഞൾ പറഞ്ഞു, ഏലം പറഞ്ഞു. ഇതെല്ലാം പ്രധാനപ്പെട്ടാണ്. മരിച്ചീനി പറഞ്ഞു. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള കാർഷിക വിളകൾ തന്നെയാണ്. താങ്ക് യു.